പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട ഇന സമീപനങ്ങളെക്കുറിച്ചും എന്താണ് പേഴ്സണാലിറ്റി എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രെയ്റ്റ് അപ്രോച്ചിനെ കുറിച്ചാണ്, അഥവാ വ്യക്തിത്വ സവിശേഷതാ സമീപനം അല്ലെങ്കിൽ സവിശേഷക സമീപനം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ട്രെയ്റ്റ് അപ്രോച്ച്. ഓക്കെ, ഒരു ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ട്രെയ്റ്റ് അഥവാ വിശേഷകം? ട്രെയ്റ്റ് എന്ന് പറയണമെങ്കിൽ ഓരോ വ്യക്തിയുടെയും വർത്തനത്തിൽ അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ ഏറെക്കുറെ സ്ഥിര സ്വഭാവത്തോടെ പ്രകടമാകുന്ന വ്യക്തിത്വ സവിശേഷതകൾക്കാണ് ട്രെയ്റ്റ് എന്ന് വിളിക്കുന്നത്, വിശേഷകം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ വ്യക്തിയുടെയും പ്രവർത്തനത്തിൽ ഏറെക്കുറെ സ്ഥിര സ്വഭാവത്തോടെ അയാളുടെ പ്രവർത്തനങ്ങളിൽ സ്ഥിരമായിട്ട് കാണാവുന്ന ഒരു സവിശേഷതയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിനെ ട്രെയ്റ്റ് എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ പല ആളുകളെയും സത്യസന്ധനാണ്, കലഹപ്രിയനാണ്, അല്ലെങ്കിൽ ഭയങ്കര മടിയനാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ട്രെയ്റ്റുകളാണ്, ഓരോ ആളുകൾക്ക് നമ്മൾ നൽകുന്ന സവിശേഷകങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു സത്യസന്ധത ഒരു ട്രെയ്റ്റ് ആവണമെങ്കിൽ അത് ഏറെക്കുറെ അയാളുടെ പെരുമാറ്റങ്ങളിൽ, അയാളുടെ ഏകദേശം എല്ലാ പ്രവർത്തനങ്ങളിലും അത് പ്രകടമായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ സ്ഥിരവും സ്ഥായിയുമായ വ്യവഹാരത്തെയാണ് വിശേഷകം എന്ന് പറയുന്നത്. സ്ഥിരമായിരിക്കണം അല്ലേ, നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. സ്ഥിരമായിരിക്കണം, അയാളുടെ പെരുമാറ്റത്തിൽ സ്ഥിരമായിരിക്കണം, അല്ലെങ്കിൽ നിരന്തരം ഉണ്ടായിരിക്കണം, സ്ഥായി ആയിട്ടുള്ള വ്യവഹാരങ്ങളെയാണ് വിശേഷകം എന്ന് വിളിക്കുന്നത്. ഓക്കെ, വിശേഷകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വ്യക്തിത്വ സമീപനങ്ങളാണ് ട്രെയ്റ്റ് അപ്രോച്ച് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ട്രെയ്റ്റ് അപ്രോച്ചിൽ അഥവാ വ്യക്തിത്വ സവിശേഷതാ സമീപനം ആദ്യമായിട്ട് സ്വീകരിച്ച വ്യക്തി ഗോർഡൻ ആൽപോർട്ടാണ്. ഓക്കെ, ആൽപോർട്ടാണ് സവിശേഷകങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്തി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിത്വ സിദ്ധാന്തം രൂപപ്പെടുത്തിയ വ്യക്തി. ഓക്കെ, ആൽപോർട്ടിൻ്റെ നിർവചനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യ വ്യവഹാരത്തെ ഒരു പ്രത്യേക രീതിയിൽ നയിക്കാനും വെളിവാക്കാനും സഹായിക്കുന്ന വ്യക്തിയിൽ തന്നെയുള്ള സ്വാഭാവികമായ ശക്തിയോ അഭിപ്രേരണയോ സഹജഗുണമോ ആണ്. ഒരു ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യ വ്യവഹാരത്തെ ഒരു പ്രത്യേക രീതിയിൽ നയിക്കാൻ, ഒരാളുടെ പ്രവർത്തനത്തെ ഒരു പ്രത്യേക രീതിയിൽ നയിക്കുന്നു, അതുപോലെ അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോട്ടീവോ അല്ലെങ്കിൽ അയാളുടെ ഒരു ഗുണമോ ആണ് എന്നാണ് ആൽപോർട്ട് പറയുന്നത്. ഓക്കെ, ആൽപോർട്ട് സവിശേഷകങ്ങളെ മൂന്നായിട്ട് തിരിക്കുന്നു. അവയാണ് മുഖ്യ സവിശേഷകം അഥവാ കാർഡിനൽ ട്രെയ്റ്റ്, സെക്കൻഡ് വൺ മധ്യമ സവിശേഷകം സെൻട്രൽ ട്രെയ്റ്റ്സ്, ദ്വിതീയ സവിശേഷകം സെക്കൻഡറി ട്രെയ്റ്റ്. ഇങ്ങനെ മൂന്നായിട്ടാണ് ആൽപോർട്ട് സവിശേഷകങ്ങളെ തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വ്യക്തികളുടെ പേഴ്സണാലിറ്റിയെ ഒരു ട്രെയ്റ്റ് രൂപത്തിൽ അല്ലെങ്കിൽ ട്രെയ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച വ്യക്തിയാണ് ഗോർഡൻ ആൽപോർട്ട്. ഓക്കെ, അപ്പോൾ ആൽപോർട്ട് ട്രെയ്റ്റുകളെ സവിശേഷകങ്ങളെ മൂന്നായിട്ട് തിരിക്കുന്നു. ഏതൊക്കെയാണ്? മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകം, ദ്വിതീയ സവിശേഷകം. ഓക്കെ, കാർഡിനൽ ട്രെയ്റ്റ്, സെൻട്രൽ ട്രെയ്റ്റ്, സെക്കൻഡറി ട്രെയ്റ്റ്, ഇങ്ങനെ മൂന്നായിട്ട് ആൽപോർട്ട് സവിശേഷകങ്ങളെ തിരിച്ചു. ഓക്കെ, മുഖ്യ സവിശേഷകം എന്ന് പറഞ്ഞാൽ ദീസ് ആർ ട്രെയ്റ്റ്സ് ദാറ്റ് ഡോമിനേറ്റ് ആൻ ഇൻഡിവിജ്വൽസ് എൻറ്റയർ പേഴ്സണാലിറ്റി എന്ന് പറയാം. അപ്പോൾ ഒരാളുടെ വ്യക്തിത്വത്തിൽ മൊത്തത്തിൽ ആകപ്പാടെ കാണപ്പെടുന്ന ഒരു ട്രെയ്റ്റ്, ഒരു സവിശേഷതയാണ് മുഖ്യ സവിശേഷകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാർഡിനൽ ട്രെയ്റ്റ്സ് പക്ഷേ റെയറാണ്. എല്ലാ ആളുകൾക്കും ഈ കാർഡിനൽ ട്രെയ്റ്റ്സ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, മുഖ്യ സവിശേഷകങ്ങൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പോൾ മുഖ്യ സവിശേഷകം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ മിക്കപ്പോഴും പ്രകടമാകുന്നതും മേൽക്കൈ നേടുന്നതുമായ സവിശേഷകം, അതിനെയാണ് മുഖ്യ സവിശേഷകം എന്ന് പറയുന്നത്. ഓക്കെ, മുഖ്യ സവിശേഷകം, ഈ സവിശേഷകം ആ വ്യക്തിയുടെ എല്ലാ പ്രവർത്തനത്തെയും സ്വാധീനിക്കുന്നു, എങ്കിൽ മാത്രമേ അതിനെ മുഖ്യ സവിശേഷകം എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഉദാഹരണമായിട്ട് അഹിംസ, സ്വേച്ഛാധിപത്യം, ഫലിതബോധം, ജീവകാരുണ്യബോധം, ഇതൊക്കെ മുഖ്യ സവിശേഷകങ്ങളായിട്ട് നമുക്ക് പറയാം അല്ലേ. അഹിംസ, ഇപ്പോൾ ഗാന്ധിജി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മുഖ്യ സവിശേഷകമായിട്ട് അഹിംസ എടുക്കാം അല്ലേ. അതുപോലെ ബുദ്ധൻ, ഇവരുടെയൊക്കെ അഹിംസ എന്നുള്ളത് മുഖ്യ സവിശേഷകമായിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ ഹിറ്റ്ലർ എന്ന് കേട്ടാൽ ഹിറ്റ്ലറുടെ ഒരു മുഖ്യ സവിശേഷം കാർഡിനൽ ട്രെയ്റ്റ് ആയിട്ട് നമുക്ക് സ്വേച്ഛാധിപത്യം ഇത് നമുക്ക് എടുക്കാം. ഓക്കെ,
അപ്പോൾ മുഖ്യ സവിശേഷകം എന്ന് പറഞ്ഞാൽ കാർഡിനൽ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ മിക്കപ്പോഴും പ്രകടമാകുന്നതും മേൽക്കൈ നേടുന്നതുമായ സവിശേഷതകളാണ് പ്രമുഖ സവിശേഷതകൾ അല്ലെങ്കിൽ മുഖ്യ സവിശേഷകം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷത ഏതാണോ, അയാളുടെ പ്രവർത്തനങ്ങളിൽ അയാളുടെ വ്യവഹാരത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷത ഏതാണോ അതാണ് ഏത് മുഖ്യ സവിശേഷകം. ഓക്കെ, നെക്സ്റ്റ് വൺ സെൻട്രൽ ട്രേറ്റ്സ് ആണ്, അഥവാ മധ്യമ സവിശേഷകങ്ങൾ. മധ്യമ സവിശേഷകം എന്ന് പറഞ്ഞാൽ എന്താ, സെൻട്രൽ ആണ് അല്ലേ. കോമൺ ട്രേറ്റ്സ് ദാറ്റ് മേക്കപ്പ് അവർ പേഴ്സണൽ, നമ്മുടെയൊക്കെ പേഴ്സണാലിറ്റിയിൽ കോമൺ ആയിട്ടുള്ള ചില സവിശേഷതകളാണ്. അഥവാ ഇവ ധാരാളം ആളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ മുഖ്യ സവിശേഷതകത്തോളം കാർഡിനൽ ട്രേറ്റുകളുടെ അത്രയും എന്തുണ്ടാവില്ല, ഈ സെൻട്രൽ ട്രേറ്റുകൾ ഉണ്ടാവില്ല. ഓക്കെ, മുഖ്യ സവിശേഷകത്തോളം സമഗ്രവും വ്യാപകവുമല്ല. അപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ സാമാന്യമായിട്ട് വിവരിക്കുന്ന സ്വഭാവ സവിശേഷത, ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ഒരു സാമാന്യമായിട്ട് അയാളുടെ പേഴ്സണാലിറ്റി അയാൾ ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സവിശേഷതകളാണ് സെൻട്രൽ ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് ഭയങ്കര സ്വാർത്ഥനാണ് എന്ന് പറയുന്നത് ഒരു അയാളുടെ സെൻട്രൽ ട്രേറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇത് ആ വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് കാണാൻ സാധിക്കില്ല, പക്ഷേ കോമൺ ആയിട്ട് അയാളിൽ കാണുന്ന ഒരു സവിശേഷതയായിരിക്കും ഈ സ്വാർത്ഥത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വിധേയത്വം, അസൂയ, മത്സരബുദ്ധി, ഇതൊക്കെ മധ്യമ സവിശേഷകങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, സെൻട്രൽ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ കാർഡിനൽ ട്രേറ്റിൻ്റെ അത്രത്തോളം ഒരാളിൽ പ്രകടമല്ല, പക്ഷേ സാമാന്യമായിട്ട് നമ്മൾ ആ വ്യക്തിയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സവിശേഷത, അതാണ് മധ്യമ സവിശേഷകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ ദ്വിതീയ സവിശേഷകങ്ങളാണ് അല്ലേ, സെക്കൻഡറി ട്രേറ്റ്സ്. അങ്ങനെ 3 എണ്ണമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതിൽ ഏറ്റവും മൂന്നാമത്തതാണ് ദ്വിതീയ സവിശേഷകങ്ങൾ. അപ്പോൾ ഈ ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ട്രേറ്റ്സ് ദാറ്റ് ആർ ഓൺലി പ്രസൻറ്റ് അണ്ടർ സെർട്ടൻ കണ്ടീഷൻസ് ആൻഡ് സർക്കംസ്റ്റൻസ്, അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം പ്രകടമാകുന്ന സിർക്കുംസ്റ്റൻസസ് ആണ് അല്ലേ. അപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം പ്രകടമാകുന്നതും വ്യക്തിയുടെ പ്രവർത്തന മേഖലയിൽ വളരെ കുറഞ്ഞ തോതിൽ മാത്രം സ്വാധീനം ചെലുത്തുന്നതുമായ സവിശേഷതകളാണ്. അപ്പോൾ ഈ ദ്വിതീയ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ അത് എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ആ വ്യക്തിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല, കോമൺ ആയിട്ട് കാണാനും സാധിക്കില്ല. പക്ഷേ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആ വ്യക്തിയിൽ കാണപ്പെടുന്ന ചില സ്വഭാവ സവിശേഷതകളുണ്ട്. അതിനെയാണ് ദ്വിതീയ സവിശേഷകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു പബ്ലിക് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് എന്തെങ്കിലും സംസാരിക്കാൻ പറയുമ്പോൾ നെർവസ് ആവുക, അയാൾക്ക് സംസാരിക്കാൻ വിറയൽ അനുഭവപ്പെടുക, സംസാരിക്കാൻ കഴിയുന്നില്ല, ആങ്ഷ്യസ് ആവുക, ഇതൊക്കെ എന്താണ് ദ്വിതീയ സവിശേഷങ്ങൾ. അതെല്ലായ്പ്പോഴും ആ വ്യക്തിയിൽ കാണുന്നില്ല, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം അല്ലേ. ഇല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറി പാട്ട് പാടാൻ പറയുന്ന സമയത്ത് അതിന് കഴിയാതിരിക്കുക, അല്ലെങ്കിൽ ആങ്ഷ്യസ് ആവുക, ഇതൊക്കെ എന്താണ് സെക്കൻഡറി ട്രേറ്റ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ ആൽപോർട്ട് സവിശേഷകങ്ങളെ 3 ആയിട്ടാണ് തിരിക്കുന്നത് അല്ലേ. ഏതൊക്കെയാണ്? മുഖ്യ സവിശേഷകം അഥവാ കാർഡിനൽ ട്രേറ്റ്, മധ്യമ സവിശേഷകം സെൻട്രൽ ട്രേറ്റ്, ദ്വിതീയ സവിശേഷകങ്ങൾ. ഓക്കെ, അപ്പോൾ സവിശേഷകങ്ങളുടെ അഭിപ്രായത്തിൽ ഇങ്ങനെ മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകം, ദ്വിതീയ സവിശേഷകങ്ങൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ കാറ്റഗറൈസ് ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ആൽപോർട്ടാണ് അല്ലേ. ഓക്കെ, അടുത്തത് കാറ്റൽസ് തിയറി ഓഫ് സർഫസ് ആൻഡ് സോയിസ് ട്രേറ്റ്സ്. കാറ്റലിൻ്റെ പ്രഭവ സവിശേഷതാ സിദ്ധാന്തം. ഓക്കെ, അപ്പോൾ അടുത്തത് കാറ്റലിൻ്റെ സവിശേഷതാ സിദ്ധാന്തത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കാറ്റലിൻ്റെ സവിശേഷത സിദ്ധാന്തം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ഒരാളുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ വിവിധ സന്ദർഭങ്ങളിലുള്ള വ്യക്തിയുടെ വ്യവഹാരങ്ങളിൽ നിന്ന് അനുമാനിച്ചെടുക്കാവുന്ന ഒരു വ്യക്തിത്വ രൂപസംഘടനയാണ്. അപ്പോൾ വ്യക്തിത്വം നമുക്ക് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ സവിശേഷത അയാൾ എങ്ങനെയാണ് എന്ന് നമുക്ക് അയാളുടെ ആ വ്യക്തിയുടെ വിവിധ സന്ദർഭങ്ങളിലെ വ്യവഹാരങ്ങളിൽ നിന്ന് അനുമാനിച്ചെടുക്കാമെന്നാണ് ആര് പറയുന്നത്? കാറ്റൽ പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഈ സവിശേഷതകളെ 4 വകുപ്പുകളിൽ പെടുത്തി. ഓക്കെ, അദ്ദേഹം 4 വകുപ്പുകളിലായിട്ട് അദ്ദേഹം മനുഷ്യൻ്റെ സവിശേഷതകളെ പെടുത്തി. ഓക്കെ, അവയാണ് സാമാന്യ സവിശേഷതകൾ അഥവാ കോമൺ ട്രേറ്റ്സ്, തനിമ സവിശേഷതകൾ യുണീക്ക് ട്രേറ്റ്സ്, പ്രതല സവിശേഷതകൾ സർഫസ് ട്രേറ്റ്സ്, പ്രഭവ സവിശേഷതകൾ സോയിസ് ട്രേറ്റ്സ്. ഇങ്ങനെ 4 വിഭാഗം, 4
വകുപ്പുകളിലാണ് അദ്ദേഹം സവിശേഷതകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആളുകളുടെ ട്രെയ്റ്റുകൾ ഇങ്ങനെയുള്ള ആളുകളുണ്ട്, ഇങ്ങനെയുള്ള ആളുകളുണ്ട്, ഇങ്ങനെയുള്ള ആൾ, അല്ലെങ്കിൽ അദ്ദേഹം സവിശേഷതകളെ 4ആയിട്ട് തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സാമാന്യ സവിശേഷതകൾ, കോമൺ ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ നമ്മുടെ പോപ്പുലേഷനിൽ ഒന്നാകെ കാണപ്പെടുന്ന ചില വ്യക്തിത്വ സവിശേഷതകളുണ്ട്. നമ്മുടെ പോപ്പുലേഷനിൽ ഏകദേശം എല്ലാ ആളുകളിലും കാണപ്പെടുന്ന സവിശേഷതകളുണ്ട്. അതാണ് സാമാന്യ സവിശേഷതകൾ അഥവാ കോമൺ ട്രെയ്റ്റ്സ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ പോപ്പുലേഷനിൽ ജനങ്ങളിൽ ഒട്ടാകെ പരക്കെ കാണപ്പെടുന്ന വ്യക്തിത്വ സവിശേഷതകൾ അതിനെയാണ് സാമാന്യ സവിശേഷതകൾ എന്ന് കാറ്റൽ വിളിച്ചത്. ഓക്കെ, ഉദാഹരണമായിട്ട് സത്യസന്ധത, കലഹപ്രിയത്വം, സഹകരണം, ഇതൊക്കെ കോമൺ ട്രെയ്റ്റുകളാണ്, കോമൺ ആയിട്ടുള്ള ട്രെയ്റ്റുകളാണ്, സവിശേഷതകളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് തനിമ സവിശേഷതകൾ അഥവാ യുണീക്ക് ട്രെയ്റ്റ്സ്. യുണീക്ക് ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ യുണീക്കാണ് അല്ലേ, അതിൽ തന്നെ ഉണ്ട് അല്ലേ, വ്യക്തിയുടെ തനിമയെ സൂചിപ്പിക്കുന്നവയാണ്. ഓക്കെ, ഒരു വ്യക്തിയുടെ തനിമ, അയാൾക്ക് യുണീക്കായിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അയാൾക്ക് യുണീക്കായിട്ടുള്ള ഒരു സവിശേഷത, അതിനെയാണ് തനിമ സവിശേഷതകൾ എന്ന് ആര് വിളിച്ചത്? കാറ്റൽ വിളിച്ചത്. ഓക്കെ, അപ്പോൾ അതിൽ പെടുന്നതാണ് ഒരാളുടെ ഡിസ്പൊസിഷണൽ സവിശേഷത. അയാൾ ജന്മന അയാൾക്ക് ലഭിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക സവിശേഷത ഉണ്ടാവും, അത് അതിൽപ്പെടുന്നു. അതുപോലെ വൈകാരിക ഇമോഷണൽ ആയിട്ടുള്ള അയാളുടെ പെരുമാറ്റ രീതി, ഇതൊക്കെ തനിമ സവിശേഷതകളിൽ ഉൾപ്പെടും. അതൊക്കെ യുണീക്കാണ്, ഒരാൾക്ക്, അതായത് ആ വ്യക്തിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അതാണ് യുണീക്കായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ തനിമ സവിശേഷതകൾ എന്ന് അദ്ദേഹം വിളിച്ചു. നെക്സ്റ്റ് വൺ പ്രതല സവിശേഷതകൾ, സർഫസ് ട്രെയ്റ്റ്സ്. സർഫസ് ട്രെയ്റ്റ്സ് എന്ന് പറയുമ്പോൾ സർഫസ് ആണ് അല്ലേ. അപ്പോൾ സർഫസ് ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ വ്യവഹാരത്തിൻ്റെ ബാഹ്യ പ്രകടനം കണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാവുന്ന സവിശേഷതകളാണ്. ഒരാളുടെ വ്യവഹാരം നിരീക്ഷിച്ചാൽ നമുക്ക് ഒബ്സർവേഷനിലൂടെ അയാളുടെ അയാൾ ഇങ്ങനെയുള്ള വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സവിശേഷതകളാണ് സർഫസ് ട്രെയ്റ്റ്. കാരണം അത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന, ആ വ്യക്തിയിൽ ഉയർന്നു നിൽക്കുന്ന, അയാളെ ബിഹേവിയർ നമുക്ക് ഒബ്സർവ് ചെയ്താൽ തന്നെ അയാൾ എങ്ങനെയുള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സവിശേഷതകളെയാണ് കാറ്റൽ പ്രതല സവിശേഷതകൾ എന്ന് വിളിച്ചത്. ഉദാഹരണമായിട്ട് ജിജ്ഞാസ, വിശ്വസ്തത, നയചാതുര്യം, ഇതൊക്കെ എന്താണ്? പ്രതല സവിശേഷതകളിൽ ഉൾപ്പെടുന്നു. ഓക്കെ, നാലാമത്തെ സവിശേഷതയാണ് അല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള നാലാമത്തെ സവിശേഷത, പ്രഭവ സവിശേഷതകൾ, സോഴ്സ് ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സ് ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ വ്യവഹാരങ്ങളുടെ സ്വഭാവം നിർണ്ണയിക്കുന്ന അടിസ്ഥാന വ്യവസ്ഥകളോ പ്രഭവങ്ങളോ ആണ് എന്നാണ് ആര് പറഞ്ഞ കാറ്റൽ പ്രഭവ സവിശേഷതകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വ്യക്തിയുടെ വ്യവഹാരങ്ങളുടെ സ്വഭാവം നിർണ്ണയിക്കുന്ന അടിസ്ഥാന വ്യവസ്ഥകൾ, അയാളുടെ സ്വഭാവം നിർണ്ണയിക്കുന്ന അടിസ്ഥാനമായിട്ട് അയാൾ എങ്ങനെയാണ്, അയാളുടെ പേഴ്സണാലിറ്റി, അയാളുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അതിനെ നിർണ്ണയിക്കുന്ന ചില സവിശേഷതകളുണ്ടാവും. അതിനെയാണ് സോഴ്സ് ട്രെയ്റ്റ്സ്. അയാൾക്ക് അകത്തുള്ള സവിശേഷത, അത് പ്രത്യക്ഷത്തിൽ കാണാനാവില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നിരീക്ഷിച്ചാൽ ഒബ്സർവ് ചെയ്താലൊന്നും ആ ഒരു സവിശേഷത അറിയാൻ സാധിക്കില്ല. അപ്പോൾ അയാളുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം, അയാളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ട്രെയ്റ്റ്, അതിനാണ് പ്രഭവ സവിശേഷത എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഒരാളുടെ വ്യവഹാരം നിരീക്ഷിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവില്ല, പക്ഷേ പ്രത്യക്ഷത്തിൽ കാണാനോ സാധിക്കില്ല. പക്ഷേ അയാളുടെ വ്യവഹാരങ്ങളിൽ നിന്ന് നമുക്ക് ഏകദേശം ഇങ്ങനെയാണ് ആ വ്യക്തി എന്ന് നമുക്ക് ഒന്ന് അനുമാനിച്ചെടുക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വ്യവഹാരം നിരീക്ഷിച്ചാൽ ഒറ്റയടിക്ക് അയാളുടെ വ്യവഹാരം കൃത്യമായിട്ട് അയാളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ സാധിക്കില്ല ഇവിടെ. ഓക്കെ, പ്രഭവ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അകത്തുള്ളതാണ്, അത് നമുക്ക് കൃത്യമായിട്ട് പ്രത്യക്ഷത്തിൽ അയാളുടെ പെരുമാറ്റങ്ങളിലൊന്നും ചിലപ്പോൾ കണ്ടുകൊള്ളുന്നില്ല, പക്ഷേ അയാളുടെ വ്യവഹാരങ്ങൾ, പല കാര്യങ്ങളും നമുക്ക് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു അനുമാനം നടത്താനേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഉദാഹരണങ്ങളാണ് അധീശത്വബോധം, വിധേയത്വം, വൈകാരികത, ഇതൊക്കെ പ്രഭവ സവിശേഷതകൾക്ക് ഉദാഹരണമാണ്. സോഴ്സ് ട്രെയ്റ്റുകൾ പെടുന്നു, ഒരാളുടെ വൈകാരികാവസ്ഥ, അതുപോലെ വിധേയത്വം, അധീശത്വബോധം. ഓക്കെ, അടുത്ത ട്രെയ്റ്റ് തിയറിയാണ് ഐസെങ്കിൻ്റെ ഐസെങ്സ് തിയറി ഓഫ് 3 ബേസിക് ഡയമെൻഷൻസ്, ഐസെങ്കിൻ്റെ അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം. ഓക്കെ, അപ്പോൾ അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം, വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം ആരുടേതെന്ന് ചോദിച്ചാൽ ഐസെങ്കിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ കാറ്റൽ പല വിവിധ സവിശേഷതാ വർഗ്ഗങ്ങളുടെ വെളിച്ചത്തിൽ വ്യക്തിത്വത്തിന് അദ്ദേഹം എന്ത് ചെയ്തു? ഓരോരോ മാനങ്ങൾ കൽപ്പിച്ചു അല്ലേ. അപ്പോൾ ഐസെങ്ക് എന്ത് ചെയ്തു? സവിശേഷതകളെ
വ്യക്തമായ ടൈപ്പുകളായിട്ട് അദ്ദേഹം തിരിച്ചു. വ്യക്തമായ ടൈപ്പുകളായിട്ട്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, ഇത് മനസ്സിലാക്കി വെക്കുക അദ്ദേഹത്തിൻ്റെ ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ 3 ടൈപ്പുകൾ. ഓക്കെ, ഐസങ്ങിൻ്റെ അടിസ്ഥാന ത്രിമാന സിദ്ധാന്തത്തിൽ അദ്ദേഹം 3 ടൈപ്പുകളായിട്ട് ആളുകൾ തിരിച്ചു. അതിൽപ്പെടുന്നതാണ്, അതായത് ഒരു ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും വരുന്ന ആളുകൾ എന്നുള്ളതാണ്. അതായത് അന്തർമുഖൻ എന്ന് പറഞ്ഞാൽ ഇൻട്രോവേർട്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? ബഹിർമുഖൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളുകൾ അല്ലേ. ഇൻട്രോവേർഷൻ ആൻഡ് എക്സ്ട്രോവേർഷൻ, അതാണ് അന്തർമുഖൻ അല്ലെങ്കിൽ ബഹിർമുഖൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇൻട്രോവേർഷൻ, എക്സ്ട്രോവേർഷൻ എന്നിങ്ങനെ അദ്ദേഹം ഒരു ടൈപ്പായിട്ട് തിരിച്ചു. മറ്റൊന്ന് നാഡീരോഗമുള്ളവൻ, നാഡീ വൈകല്യമില്ലാത്തവൻ എന്നിങ്ങനെ തിരിച്ചു. അതായത് ന്യൂറോട്ടിസിസം, അതുപോലെ സ്റ്റെബിലിറ്റി എന്നിങ്ങനെ. നെക്സ്റ്റ് വൺ മനോരോഗി, മനോരോഗമില്ലാത്തവൻ, അഥവാ സൈക്കോട്ടിസിസം, നോർമൽസി എന്നിങ്ങനെയാണ് അദ്ദേഹം തിരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ലൈന് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു ലൈനിൽ സാമൂഹിക താൽപര്യരായിട്ടുള്ള ആളുകളും അതുപോലെ ഉല്ലാസ ഭരിതരുമായിട്ടുള്ള ആളുകൾ, അവരാണ് എന്ത് ബഹിർമുഖൻ. മറ്റുള്ളവരോട് നല്ലപോലെ സംസാരിക്കാനും അതുപോലെ ഭയങ്കര ഉത്സാഹത്തോടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകൾ, അവരാണ് ബഹിർമുഖൻ, സോഷ്യലി ആക്റ്റീവായിട്ടുള്ള ആളുകൾ. അന്തർമുഖൻ, ഇൻട്രോവേർഷൻ എന്ന് പറഞ്ഞാലോ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലേ, അഥവാ ആത്മനിഷ്ഠരായിരിക്കും. അവരുടെ വികാരങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ചിന്തകളൊന്നും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്ന ആളുകളായിരിക്കില്ല. അതുപോലെ അവരുടെ വ്യവഹാരങ്ങളൊക്കെ നിയന്ത്രിതമായിരിക്കും. ഓക്കെ, അതുപോലെ നാഡീരോഗമുള്ളവൻ എന്ന് പറഞ്ഞാലോ വൈകാരികമായി അസ്ഥിരത ഉള്ളവൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇമോഷണലി അയാൾക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. അയാളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. പ്രധാനമായിട്ടും ആങ്ഷ്യസ് ആയിരിക്കും, ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടുള്ള ആളുകളായിരിക്കും. എന്നാൽ നാഡീ വൈകല്യം ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാലോ നമ്മൾ ഞരമ്പ് രോഗി എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഓക്കെ, ഇപ്പോൾ നാഡീ രോഗമുള്ളവൻ, അതുപോലെ നാഡീ വൈകല്യം ഇല്ലാത്തവൻ, അതായത് ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളാണ് നാഡീ വൈകല്യം ഇല്ലാത്തവൻ എന്ന് പറയുന്നത്. ഓക്കെ, മനോരോഗി, മനോരോഗമില്ലാത്തവൻ, മനോരോഗ ലക്ഷണങ്ങൾ ഉയർന്ന തോതിൽ കാണിക്കുന്ന ആളുകളാണ് മനോരോഗി എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനോരോഗമില്ലാത്തവൻ ഒരു സോഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾ, നല്ല രീതിയിൽ തൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ മെൻ്റലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾ, അതിനാണ് മനോരോഗമില്ലാത്തവ. ഇങ്ങനെയാണ് അദ്ദേഹം ടൈപ്പുകളായിട്ട് തിരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഐസങ്ങിൻ്റെ അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം അനുസരിച്ച് അദ്ദേഹം 3 ടൈപ്പുകളായിട്ടാണ് തിരിച്ചത് അല്ലേ. അന്തർമുഖൻ, ബഹിർമുഖൻ, നാഡീരോഗമുള്ളവൻ, നാഡീ വൈകല്യമില്ലാത്തവൻ, മനോരോഗി, മനോരോഗമില്ലാത്തവൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ട്രേറ്റ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി. ഓക്കെ, അപ്പോൾ ആൽപോർട്ടിൻ്റെയും കാറ്റലിൻ്റെയും ഐസങ്ങിൻ്റെയും തിയറീസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ ആൽപോർട്ട് സവിശേഷകങ്ങളെ 3 തിരിക്കുന്നു അല്ലേ. 3 സവിശേഷകങ്ങളായിട്ടാണ് ആൽപോർട്ട് തിരിക്കുന്നത്. ഏതൊക്കെയാണ്? കാർഡിനൽ, സെൻട്രൽ ആൻഡ് സെക്കൻഡറി ട്രേറ്റ്സ്, ഇങ്ങനെയാണ് തിരിക്കുന്നത് അല്ലേ. കാർഡിനൽ, സെൻട്രൽ ആൻഡ് സെക്കൻഡറി ട്രേറ്റ്, മലയാളത്തിൽ മുഖ്യ സവിശേഷകങ്ങളും മധ്യമ സവിശേഷകങ്ങളും ദ്വിതീയ സവിശേഷകങ്ങളും. ഓക്കെ, മുഖ്യ സവിശേഷകം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആൽപോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. മധ്യമ സവിശേഷകം ആൽപോർട്ടുമായിട്ട് ബന്ധപ്പെടാം. ഓക്കെ, മുഖ്യ സവിശേഷകം എന്ന് പറഞ്ഞാൽ ആൽപോർട്ട് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷതയാണ് അല്ലേ. മധ്യമ സവിശേഷത എന്ന് പറഞ്ഞാൽ സാമാന്യമായിട്ട് നമ്മൾ ആ വ്യക്തിയെ വിശേഷിപ്പിക്കുന്ന സവിശേഷതകൾ. സെക്കൻഡറി ട്രേറ്റ് എന്ന് പറഞ്ഞാലോ അയാളുടെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം പ്രകടമാകുന്ന സവിശേഷതകളാണ് അല്ലേ. ഓക്കെ, കാറ്റൽ എന്ത് ചെയ്തു? കാറ്റൽ 4 തരം സവിശേഷതകളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഏതൊക്കെയാണ്? സാമാന്യ സവിശേഷതകൾ, തനിമ സവിശേഷതകൾ, പ്രതല സവിശേഷതകൾ, പ്രഭവ സവിശേഷതകൾ. ഓക്കെ, ഐസങ് 3 തിരിക്കുന്നു അല്ലേ. 3 ടൈപ്പുകളായിട്ട് തിരിക്കുന്നു സവിശേഷതകൾ. അന്തർമുഖൻ, ബഹിർമുഖൻ, നാഡീരോഗമുള്ളവൻ, നാഡീ വൈകല്യമില്ലാത്തവൻ, മനോരോഗി, മനോരോഗമില്ലാത്തവൻ. ഇവിടെ വാൽപോർട്ടിൻ്റെയും കാറ്റലിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.